നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു രസം ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. നമുക്ക് കുറച്ച് പേരക്കേൻ്റെ ഇല വേണം, ഇതുപോലെ തളിരായിട്ടുള്ള ഇല എടുക്കണം, മൂത്ത് പോകാത്ത ഇല, പിന്നെ ഒരു തക്കാളി, പിന്നെ ഞാനിത് കുടംപുളി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ കുടംപുളി ഇതുപോലെ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്ത് വെച്ചിട്ട് നല്ലോണം വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, കായ് കുരുമുളക്, 1 ടീസ്പൂണ് നല്ല ജീരകം, ഒരു 8 അല്ലി വെളുത്തുള്ളി ഇതുപോലെ എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂണ് കായം വേണം, ആവശ്യത്തിന് ഉപ്പ്, 2 വറ്റൽമുളക്, 1/4 ടീസ്പൂണ് ഉലുവ, 1/2 ടീസ്പൂണ് കടു, കുറച്ച് മല്ലിയില, ഒരു തക്കാളി, പിന്നെ 1 ടേബിൾ സ്പൂണ് ഓയിൽ. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ആദ്യം തന്നെ ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ച് ഈ ചപ്പ മുറിച്ചിടുക. അതിൻ്റെ കൂടെ തക്കാളി, വെളുത്തുള്ളി, ജീരകം, പിന്നെ കുരുമുളക്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ആദ്യം തന്നെ. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രസം റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ആദ്യം തന്നെ ഇതിലേക്ക് കടുവും ഉലുവയും അതിട്ട് കൊടുക്കാം. അപ്പോൾ കടു പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കായം കൂടി ഇട്ട് കൊടുക്കാം. അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഞാനൊരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ച, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നല്ലോണം കുടംപുളി എടുത്തിട്ട് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന്, അത് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കുടംപുളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത കൂട്ടറാണെങ്കിൽ നിങ്ങൾ ഇതിന് പകരം നമ്മൾ സാധാരണ വാളംപുളി എടുത്തിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ രസത്തിന് എടുക്കുന്ന പോലെ എടുത്താൽ മതി. ഞാനിത് കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ടിയിട്ടാണ് ഇങ്ങനെ കുടംപുളി ഇട്ടിട്ടുള്ള രസമാക്കുന്നത്. പേരക്കയിലയും കുടംപുളിയും എല്ലാം നമ്മളെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ ഇഷ്ടമല്ല, ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് വാളംപുളി എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. ഇതിൻ്റെ കൂടെ നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. നല്ലോണം തിളക്കണ്ട, ഒന്ന് തിള വരുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ചെറുങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി തീ ഓഫാക്കാം. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പേരക്കേൻ്റെ ഇല വെച്ചിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇടയ്ക്കല്ല ഇതുപോലെ പേരക്കേൻ്റെ ഇല വെച്ചിട്ടുള്ള രസം മാറ്റി ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ തക്കാളി രസവും പരിപ്പ് രസവും ഇതെല്ലാം വെക്കുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ട് ഈ പേരക്ക രസവും കൂടി എല്ലാവരും വെച്ച് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.